എവരിവൺ, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. അനറ്റോമിസ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ 5th CBSE EVS ഓരോ ചാപ്റ്റേഴ്സ് നമ്മളിങ്ങനെ വൺ ബൈ ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ 6th യൂണിറ്റ് ആയ എവരി ഡ്രോപ്പ് കൗണ്ട്സ് എന്ന് പറയുന്നൊരു യൂണിറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. നമ്മളൊരു കഥ പോലെയാണ് ഈ ഒരു യൂണിറ്റ് മുഴുവനായിട്ട് നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ കുറേ പുതിയ ടേംസ് ഒക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിരുന്നു മക്കളെ കസ്റ്റംസ് റിലേറ്റഡ് ടു വാട്ടർ. അതായത് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആചാരങ്ങൾ, അതുപോലെ തന്നെ കുറച്ച് ഫെസ്റ്റിവൽ. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല, വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതും നമുക്കും ശരിക്കും ഒരു ആശ്ചര്യം തോന്നില്ലേ, ഒരു വണ്ടർ തോന്നും. എന്താ പറയുക, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ എന്താണെങ്കിലും പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ ഇപ്പോഴും നിലവിലുണ്ടാവും, പക്ഷെ ഇപ്പോൾ നമ്മളൊന്നും കേൾവിയില്ലാത്തൊരു കാര്യമാണ്. എങ്കിലും ഇതൊക്കെ എന്തായിരുന്നു, ഒരു കാലത്ത് ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ ഒരു കസ്റ്റംസ് റിലേറ്റഡ് ടു വാട്ടർ, അല്ലെങ്കിൽ ആ ഒരു ഫെസ്റ്റിവൽസ് എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. ആ ഒരു ഇപ്പോൾ റെയിൻ വാട്ടർ, അതായത് മഴ പെയ്യുമ്പോൾ എന്താണ് സാധാരണഗതിയിൽ നോർമലായിട്ട് പോൺസും ലേക്സും സ്ട്രീംസും ഒക്കെ എന്താണ് വെള്ളം കൊണ്ട് നിറയും. പക്ഷെ അതുപോലും ഒരു ആചാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട്, അല്ലെങ്കിൽ അതൊക്കെ വളരെ ഒരു എന്താ പറയുക, ഒരു ഫെസ്റ്റിവൽ പോലെ കൊണ്ടാടിയിരുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശമൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്, ഒരു ബ്രൈഡിനെയാണ് കാണാൻ പറ്റുന്നത്. ഇത് എവിടെയുള്ള ബ്രൈഡാണ് മക്കളെ, ഉത്തരാഖണ്ഡിലുള്ളൊരു ബ്രൈഡിൻ്റെ ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ബ്രൈഡ് ഇവിടെ എന്താ ചെയ്യുന്നത്, യെസ് വാട്ടർ, അതായത് ഒരു ചെറിയൊരു നീരുറവ, അല്ലെങ്കിൽ ഒരു ലേക്കിൻ്റെ ഒരു സൈഡിൽ കൂടി ഒഴുകുന്ന ഒരു ചെറിയൊരു വെള്ളം. ആ വെള്ളത്തിന് എന്ത് ചെയ്യുവാണ്, അതിനെ സാഷ്ടാംഗം ഇങ്ങനെ പ്രണമിക്കുന്നത് പോലെയല്ലേ നമുക്കിത് തോന്നുന്നത്. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് അങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. യെസ്, എന്താണ്, ഷീ ബോസ് ടു ദി സ്പ്രിംഗ് ഓർ ദി പോണ്ട്. അതൊരു ആചാരമായിരുന്നു. എപ്പോഴായിരുന്നു ഇതുപോലെ ഒരു ബ്രൈഡ് ഇങ്ങനെ ആ ഗ്രാമത്തിലേക്ക് വരുന്ന സമയത്ത് ആ വെള്ളത്തിനെ ഇങ്ങനെ പൂജിക്കുന്നത് എപ്പോഴായിരുന്നു? യെസ്, ഈ ബ്രൈഡ് വേറൊരു വില്ലേജിൽ നിന്ന് ആ ഒരു വില്ലേജിലേക്ക് എന്താണ് കല്യാണം കഴിച്ചു വരുവാണല്ലേ. ഇങ്ങനെ കല്യാണം കഴിച്ചു വരുമ്പോൾ അവരുടെ ആചാരമായിരുന്നു പുതിയ വില്ലേജിൽ വരുന്ന സമയത്ത് ഇതുപോലെ ആ വില്ലേജിലെ പ്രധാനപ്പെട്ട തോടുകളിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലേക്കുകളിലൊക്കെ പോയിട്ട് അതിലെ വെള്ളത്തിൽ ഇങ്ങനെ പൂജിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊരു വൺ ഓഫ് ദി കസ്റ്റംസ് റിലേറ്റഡ് ടു വാട്ടർ ആയിരുന്നു. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇൻ കേസ് ഇവിടെ ഇതൊന്നും സിറ്റിയിലൊന്നും അത്ര സ്മൂത്തായിട്ട് നടക്കും തോന്നുന്നില്ല അല്ലേ. കാരണം സിറ്റിയിലുള്ള ആൾക്കാരും വില്ലേജിലുള്ള ആൾക്കാരും തമ്മിൽ ധാരാളം വ്യത്യാസമുണ്ട്. വില്ലേജിലുള്ള ആൾക്കാരായിരുന്നു കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷേ ഇവർ ഇൻ കേസ് നമ്മളിപ്പോൾ ഈ വെള്ളമില്ലെങ്കിൽ നോർമൽ നമ്മുടെ ടാപ്പ് വാട്ടർ ഇല്ലേ, പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം, അതിനെ പോലും അവർ എന്ത് ചെയ്തിരുന്നു, ഇതുപോലെ തന്നെ വളരെ ആരാധനയോടുകൂടി അവർ പൂജിച്ചിരുന്നു എന്ന് മക്കൾ ഓർക്കുക കേട്ടോ. ഇതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വെള്ളം ശേഖരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ഇല്ലേ, അതിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു ആ ഒരു കാലത്ത്. ഇവിടെ നിങ്ങൾക്ക് ഇതാ 2 പാത്രങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ പാത്രങ്ങളും ആ പാത്രങ്ങളിലേക്ക് വരുന്ന ആ ഒരു വെള്ളം വരുന്ന ആ ഒരു സറൗണ്ടിങ്സ് നിങ്ങൾ നോക്കിയേ. ഈ പാത്രങ്ങളുടെ പ്രത്യേകത എന്താണ് മക്കളെ? നമ്മുടെ വീട്ടിലുള്ളതുപോലെ തന്നെ ബക്കറ്റും അതുപോലെ തന്നെ കപ്പും ഒക്കെയാണോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്? അല്ല അല്ലേ. നല്ല ഒന്നാന്തരം കോപ്പറിൻ്റെ പോട്ടും അതുപോലെ തന്നെ എന്താ മക്കളെ, യെസ് ബ്രാസിൻ്റെ ആ ഒരു ഷൈനിങ് യെല്ലോ പോട്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല ആ വെള്ളം വരുന്ന ആ ഒരു സൈഡ് നോക്കിക്കേ. യെസ്, ആ വെള്ളം എവിടെ നിന്നാണ് വരുന്നത്? കല്ല് കൊണ്ട് കൊത്തി വെച്ചിരുന്ന വളരെ മനോഹരമായ ഒരു ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അല്ലാതെ നോർമൽ ടാപ്പ് തിരിച്ചിട്ട് വെള്ളം വരുന്നതല്ല അല്ലേ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആ ഒരു ബ്യൂട്ടിഫുൾനെസ്സും, അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആ ഒരു ബ്യൂട്ടിയും എന്താണ് നമുക്ക് വളരെ മനോഹരമായിട്ട് ഈ ഒരു ചിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റും. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലായത്? യെസ്, വെള്ളത്തിന് അത്ര പ്രീഷ്യസ് ആയിട്ട്, അല്ലെങ്കിൽ വാട്ടറിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നല്ലേ ഈ നമ്മുടെ ചുറ്റുപാടും തന്നെ. പക്ഷേ ഇപ്പോൾ എന്താണ്, സ്വാഭാവികമായും വെള്ളത്തിൻ്റെ ആ ഒരു പ്രസൻസ് ഒക്കെ കുറഞ്ഞു വന്നു. വാട്ടർ പൊല്യൂട്ട് ആവാൻ തുടങ്ങി, മലിനമാവാൻ തുടങ്ങി. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ദാറ്റ് മീൻസ് വി ഹാവ് സം സ്പെഷ്യൽ പോട്ട് ഫോർ വാട്ടർ ഇൻ അവർ പ്ലേസ്, ആൻഡ് ഹിയർ ദ വാട്ടർ ഈസ് ബീങ് ഫിൽഡ് ഇൻ ദിസ് ബ്യൂട്ടിഫുൾ കോപ്പർ പോട്ട് ആൻഡ് ഓൾസോ ഷൈനിങ് യെല്ലോ പോട്ട് ഓഫ് ബ്രാസ്. ഓക്കെ, അങ്ങനെ 2 തരത്തിലുള്ള പോട്ട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. 2 തരത്തിലുള്ള കുടങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോൺ കാർവിങ്സ് ആർ ഓൾസോ മെയ്ഡ് നിയർ ദ പ്ലേസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. യെസ്, കല്ലുകൊണ്ട് ആ ഒരു കൊത്തുപണികളൊക്കെ എന്താണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാട്ടറുമായിട്ട് ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. അല്ലാതെ ചുമ്മാ നമ്മൾ വെള്ളം എടുത്ത് കുടിക്കുക, അല്ലെങ്കിൽ കുളിക്കുക, അല്ലെങ്കിൽ അലക്കുക, ഇത് മാത്രമൊന്നുമല്ല. വാട്ടറിനെ അത്രയും പ്രീഷ്യസ് ആയിട്ട്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഒരു ദൈവത്തെ
അതേപോലെ അവർ പൂജിച്ചിരുന്ന ഒരു കാലവും നമുക്കുണ്ടായിരുന്നു എന്ന് മക്കളെ എന്ത് ചെയ്യുക, ഓർക്കുക കേട്ടോ. വെള്ളമില്ലാതെ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല എന്നത് സത്യം തന്നെയാണ്. പക്ഷേ അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ആ ഒരു വെള്ളത്തിനെ അത്രത്തോളം ആരാധിച്ചിട്ടുണ്ട്, അത്രത്തോളം പൂജിച്ചിട്ടുണ്ട്. അപ്പം കസ്റ്റംസ് റിലേറ്റഡ് ടു വാട്ടർ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതാ മിസ് വൈൻഡപ്പ് ചെയ്യുന്നു. ജസ്റ്റ് എല്ലാവരും ഫുൾ സെറ്റാക്കി ഫുൾ വൈബാക്കി നമുക്ക് എല്ലാ എക്സാമിനും നല്ല മാർക്ക് മേടിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.